എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പൊറ്റക്കാട്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ്. എൻ്റെ യൂട്യൂബ് ചാനലാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിന്ന് എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഉണ്ടായ ചാമ്പയ്ക്ക ഉണ്ടായി നിൽക്കുകയാണ് ഇവിടെ. വളരെ അടുത്താണ്. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കടിക്കില്ലേ, കാരണം ഇത് മഴുക്കുണ്ടാവും. അതുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് കടിച്ചെടുക്കാവുന്നുള്ളൂ. കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് ചാമ്പയ്ക്കൻ്റെ. ഞാൻ ശേഷം വെച്ച് പിടിപ്പിച്ചാണ് ഈ ചാമ്പയ്ക്ക. പിന്നെ നമ്മൾ ഞാവലുണ്ട്, ലൂബിക്കുണ്ട്, ലൂബിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. പിന്നെ ചക്ക സമൃദ്ധി. ഞാൻ വിചാരിച്ച അധികം ഉണ്ടാവില്ല, പക്ഷേ ഇവിടെ തന്നെ ഈ ഒരു ബഞ്ചിൽ തന്നെ 10ലും മേലെയുണ്ട്. 10-15 10-25 ഉണ്ടായിട്ടുണ്ട്. 25 അതിലും കൂടുതലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ലിമരമുണ്ട്. നെല്ലിക്ക നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതൊക്കെ മുകളിലാണ്. നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായി. ഒരു ദിവസം ഞാൻ നെല്ലിക്ക പൊട്ടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കൂടാണ്ട് ചാമ്പയ്ക്ക് കൂടാണ്ട് സപ്പോട്ട ഉണ്ടായി നിൽക്കുന്നുണ്ട്. ലിച്ചി ഉണ്ടായിട്ടൊന്നുമില്ല. അത് കൂടാണ്ട് പിന്നെ ഇവിടെ റംബൂട്ടാൻ ഉണ്ടാവേണ്ട സമയമാണല്ലോ. അത് കൂടാണ്ട് ഇരുമ്പാമ്പുളി നല്ലോണം ഉണ്ടായി നിൽക്കുന്നുണ്ട്. കണ്ട ഇരുമ്പമ്പുളി. അത് കഴിഞ്ഞ് വീണ്ടും ചാമ്പയ്ക്ക. ഇതാണ് നെല്ലിമരം. ഇത് നെല്ലിപ്പുളി എന്നൊരു അരിനെല്ലി ഉണ്ടായിട്ടില്ല. ഈ പ്രാവശ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ എന്നുവെച്ചാൽ ചൂടിനും കുറവുണ്ടായി. നല്ലൊരു ഇപ്പോൾ ആദ്യം ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ എല്ലാം ഒരു കാട്ടിൽ നിൽക്കുന്ന വീട് മാതിരി ആക്കിയെടുത്തു. അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ട്. അപ്പോൾ മാത്രമല്ല, നമുക്കിത് പൊട്ടിച്ച് വിൽക്കാനൊന്നുമല്ല. പൊട്ടിച്ചൊരാൾക്ക് ഒരു മാങ്ങ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ലൂബിക്ക ചാമ്പിക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. നെല്ലിക്കയിലും ചക്കയിലും ഒക്കെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. മാനസികമായിട്ട് ഇതൊന്നും വിൽക്കാൻ വേണ്ടിയിട്ടില്ല, പക്ഷെ നമുക്ക് കിട്ടുന്ന മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിട്ട് കിട്ടും. കൃഷി അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ മാവുകളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാകുമ്പോൾ ഓരോ ഫലം. വാഴയുണ്ട്. വാഴ എല്ലാവരും ഉപയോഗത്തിന് വേണ്ടി വെച്ചതാണ്. പക്ഷേ ഇല ചോദിക്കുമ്പോൾ പലർക്കും ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായാൽ കഴിഞ്ഞാൽ നമുക്ക് ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയുണ്ട്. ആദ്യം ഒരു മുരിങ്ങയുണ്ട്, അത് വെട്ടിക്കളഞ്ഞു. കാരണം അത് ഭയങ്കരമായിട്ട് വലുതായിപ്പോയി. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുക. വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇത്രയും സാധനങ്ങളാണ് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള. എഗെയിൻ ഒന്നുകൂടി കാണിക്കുകയാണ്. കാരണം ഞാൻ ഡെയിലി കഴുകുന്നു പറയുന്ന നുണയല്ല. ഇന്ന് സ്പെഷ്യൽ കഴുകലാണ്. കാരണം വെച്ചാൽ ഇന്ന് ഉള്ളിലും പുറത്തൊക്കെ ചവിട്ടിയൊക്കെ എടുത്ത് എല്ലാം ഗംഭീരമായിട്ട് കഴുകി അങ്ങനെ കുതിരനെ നിർത്തിയിട്ടുണ്ട്. അതെൻ്റെ എക്സസൈസിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ആരോഗ്യ സംസ്കാരത്തിലും ആരോഗ്യ അച്ചടക്കത്തിലും ജീവിക്കാൻ, നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.